കടൽക്കാറ്റിന്റെ ശബ്ദം പാറകളിൽ തട്ടിമടങ്ങുമ്പോൾ കാലം തന്നെ നിശബ്ദമായി നിൽക്കുന്ന ഒരിടമുണ്ട്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന സാലവൻ കുപ്പം. ഇവിടെയാണ് ടൈഗർ കേവ് എന്നറിയപ്പെടുന്ന പല്ലവ ശിലാശില്പങ്ങളുടെ അപൂർണമായ ഒരു നിർമ്മിതി നിലകൊള്ളുന്നത്. ഇവിടെ പാറക്കൂട്ടങ്ങൾ വെറും കല്ലുകളല്ല, അവ പല്ലവ രാജവംശത്തിന്റെ വീര്യത്തിന്റെ കഥ പറയുന്നവയാണ്. പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്താണ് ഈ അത്ഭുതം നിർമ്മിക്കപ്പെട്ടത്. പേര് ടൈഗർ കേവ് എന്നാണെങ്കിലും ഇതൊരു ഗുഹയല്ല. പാറയിൽ കൊത്തിയ സിംഹസദൃശമായ മുഖങ്ങൾ ഉള്ളതിനാലാവാം ഈ ശിലാസമുച്ചയം ടൈഗർ കേവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. യാളി എന്ന പുരാണ ജീവികളുടെ തലകളാൽ ചുറ്റപ്പെട്ട ഈ മണ്ഡപം പണ്ട് രാജകീയ പ്രഖ്യാപനങ്ങൾക്കും കലാപരിപാടികൾക്കുമായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. സാലവൻ കുപ്പം എന്നത് പല്ലവ ശിലാശില്പകലയുടെ ഒരു പരീക്ഷണശാലയായിരുന്നു. ഇവിടെ നിന്നാണ് ഏകശിലാശില്പങ്ങളുടെ ആത്മാവ് രൂപം കൊണ്ടത്. മഹത്തായ എല്ലാ സൃഷ്ടികളും പൂർത്തിയാകണം എന്നില്ല. ചിലത് അപൂർണമായിരിക്കുമ്പോഴാണ് കാലത്തോട് കൂടുതൽ സംസാരിക്കുന്നത്.